ഞാൻ ആദ്യമായിട്ട് പാടിയത് ധർമ്മശാസ്ത്ര എന്ന പടത്തിലാണ്. അതിൽ പക്ഷെ കുറേ ശ്ലോകങ്ങളാണ് ഞാൻ പാടിയത്. ആ ശ്ലോകങ്ങൾ അയ്യപ്പൻ പാടുന്ന ശ്ലോകങ്ങളായിരുന്നു. പക്ഷേ എൻ്റെ പാട്ടായിട്ട് വെളിയിൽ വരുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുവമൃതത്തിന് എന്നുള്ള പാട്ടാണ്. ആ പാട്ട് ശരിക്കും ഇത്രയധികം ഹിറ്റായത് അതിൻ്റെ പിക്ചറൈസേഷൻ, സുബ്രഹ്മണ്യം മുതലാളിയാണല്ലോ എൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ആ പിക്ചറൈസേഷൻ കൊണ്ട് ആ പാട്ട് ശരിക്കും വളരെ സൂപ്പർ ഹിറ്റ് സോങ് ആയിരുന്നു അന്നത്തെ. ഗുരുവായൂരപ്പൻ്റെ തിരുവമൃതത്തിന് ഉരുളി നിറച്ചും പാൽച്ചോറ് വെച്ചു, കദളിപ്പഴം വെച്ചു, പഞ്ചാര നേരിച്ചു, തുളസിപ്പൂവിട്ടു ഞാൻ പൂരിച്ചു. ഭഗവാനിതെന്തേ കഴിക്കാത്തു, ഒരു പഴം പോലും എടുക്കാത്തു. ഭഗവാനിതെന്തേ കഴിക്കാത്തു, ഒരു പഴം പോലും എടുക്കാത്തു. പുത്തരി വേവാഞ്ഞോ, മധുരം പോരാഞ്ഞോ. പുത്തരി വേവാഞ്ഞോ, മധുരം പോരാഞ്ഞോ, അച്ഛൻ്റെ കൈ കൊണ്ടു നേരിക്കാഞ്ഞോ. പടം കാണാനായിട്ട് ന്യൂ തിയേറ്ററിൽ പോയി. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പടം കഴിഞ്ഞപ്പോഴത്തേക്ക് ദാസേട്ടനും പ്രഭുചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അതെനിക്ക് മറക്കാനൊക്കാത്തൊരു ദിവസമാണ്. പിന്നെ ആ പടത്തിൽ ഈ പാട്ടിൽ എനിക്ക് ബെസ്റ്റ് സിംഗർ എന്നുള്ള അവാർഡ് ദേവസ്വം ബോർഡിൻ്റെ കലാരത്നം ടൈറ്റിലും അന്ന് എനിക്ക് കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരു വറ്റുമുണ്ണാതിരുന്നാലേ തിരുവയറയ്യോ വിശക്കൂലേ. ഒരു വറ്റുമുണ്ണാതിരുന്നാലേ തിരുവയറയ്യോ വിശക്കൂലേ. പൊന്നുണ്ണി കൈകൊണ്ടു ഉരുളയുരുട്ടി നീ ഉണ്ണുന്നതൊന്നു ഞാൻ കണ്ടോട്ടെ. പൊന്നുണ്ണി കൈകൊണ്ടു ഉരുളയുരുട്ടി നീ ഉണ്ണുന്നതൊന്നു ഞാൻ കണ്ടോട്ടെ, കണ്ടോട്ടെ. ഭക്തിസാന്ദ്രമായിട്ടുള്ള ചിത്രങ്ങൾ കൂടാതെ അവർ കൂടുതൽ ചിത്രങ്ങൾ എടുത്തത് കാനന ചിത്രങ്ങൾ, വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ. അതൊരു അവരുടെ ഒരു ട്രേഡ് മാർക്കായിരുന്നു. അങ്ങനെയുള്ള സുബ്രഹ്മണ്യത്തിന് താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. കാട് എന്നൊരു സിനിമ നിർമ്മിച്ചു. അപ്പോൾ കാട്ടുമൈന, കാട്ടുമല്ലിക, അതുപോലെ തന്നെ വിപ്ലവകാരികൾ, ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എല്ലാം കഴിഞ്ഞ ശേഷം കാടെന്നുള്ള സിനിമ വന്നു. അതിനകത്തൊരു നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഈ കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോറി വികസിക്കുന്നതിനകത്ത്. അതിൻ്റെ എടുത്തു പറയേണ്ടത്, നമ്മൾ പാട്ടിനെക്കുറിച്ച് പറയുകയാണ്, എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ വേദ്പാൽ വർമ്മ എന്നൊരു വടക്കേ ഇന്ത്യൻ വന്ന് സംഗീതം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അദ്ദേഹം മനോഹരമായിട്ട് സംഗീതം നൽകിയിട്ടുള്ള ഒരു പാട്ടുകളാണ് ഇതിനകത്തുള്ളത്. അമ്പിളി വിടരും പൊന്മാനം, കൂടാതെ ഏഴിലം പാലപൂത്ത്, വളരെ ഹൈ റൊമാൻറ്റിക് സോങ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ശ്രീകുമാരൻ തമ്പിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രണയഗാനമായിട്ട് ഇതിനെ നമുക്ക് വർണ്ണിക്കാം. അത്രത്തോളം മധുര മനോഹരമായിട്ടുള്ള പാട്ട്. യേശുദാസും പി സുശീല അസാധ്യമായിട്ടുള്ള പാടിയിട്ടുള്ള പാട്ട്. എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ട്. ഏഴിലം പാലപൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ, വേളിമലയിൽ. ഇലിലം പാടി വരും കുയിലിണകൾ കുരവയിട്ടു വെള്ളിമലയിൽ, വേളിമലയിൽ. പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു,
പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. എൻ മനസ്സിൽ മലനിരകൾ പൊന്നശോകമലരണിഞ്ഞു. ആകാശത്താമര പോലെൻ മടിയിൽ വന്നു വീണു ആത്മസഖിനി, പ്രാണസഖിനി. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു സംഗീത ശൈലി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മലയാളത്തിന് മലയാളത്തിൻ്റേതായിട്ട് ഒരു സംഗീത ശൈലിയുണ്ട്, തമിഴിൻ്റെ ഇതായൊരു ശൈലി, ഹിന്ദിക്ക് ഹിന്ദിയുടേതായൊരു ശൈലി. പക്ഷേ ഹിന്ദി ശൈലിയിലാണ് ഈ പാട്ട് വാസ്തവത്തിൽ ഏഴിലും പാലപൂത്തു എന്ന ഗാനം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിന് കാരണം നോർത്ത് ഇന്ത്യൻ സംഗീത സംവിധാനായ ശ്രീ വേദ്പാൽ വർമ്മ സംഗീത സംവിധാനം നിർവഹിച്ചതുകൊണ്ടാകാം. പക്ഷേ എന്തു തന്നെ ആയാലും ഒരിക്കലും മലയാള ഭാഷയെ, അക്ഷരങ്ങളെ വളരെ മനോഹരമായി ആ സംഗീത സംവിധായകൻ ഉൾക്കൊണ്ട് തന്നെ കമ്പോസ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായൊരു ഗാനം തന്നെയാണത്. എന്നുമെന്നും ഒന്നു ചേരാനെൻ ഹൃദയം തപസിരുന്നു. എന്നുമെന്നും ഒന്നു ചേരാനെൻ ഹൃദയം തപസിരുന്നു. ഏകാന്ത സന്ധ്യകളിൽ നിന്നെയോർത്ത് ഞാൻ കരഞ്ഞു. കാണാൻ കൊതിച്ച നേരം കവിത പോലൻ മുന്നിൽ വന്നു ആത്മസഖിനി, പ്രാണസഖിനി.